അപ്പം ഈ രീതിയിൽ നമ്മുടെ ചെടികൾ ആക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ മണ്ണിലേക്ക് ചെടികൾ നടാനായിട്ട്. ഇങ്ങനെ ആക്കിയിട്ട് ചെടികൾ നടുവാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ വളർന്നു കിട്ടുകയും ഏത് കാലാവസ്ഥയിൽ അത് പിടിച്ചു നിൽക്കുകയും ചെയ്യും. നമ്മളീ പലരും പുറത്തെ നഴ്സറികളിൽ നിന്നൊക്കെ പച്ചക്കറി തൈകളൊക്കെ മേടിച്ച് വീടുകളിൽ കൊണ്ടുവന്ന് വെക്കുന്നവരല്ലേ. പക്ഷെ ഇങ്ങനെ മേടിച്ച് വെക്കുന്ന പച്ചക്കറി തൈകൾ മിക്കപ്പോഴും പിടിച്ചു കിട്ടാറില്ല. അതോ പിടിച്ചു കിട്ടിയാൽ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനം ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ അത് നശിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ നശിച്ചു പോകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അതിന് പ്രോപ്പറായിട്ട് ഹാർഡനിങ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡനിങ് എന്താണ്, അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പം ഈ ഹാർഡനിങ് കൃത്യമായിട്ട് ഈ ചെടികൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ ഒട്ടുമിക്കത് തന്നെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടുകയും അത് ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ വളർന്ന് വരികയും ചെയ്യും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിട്ട് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ഈ ചെടികളൊന്ന് നോക്കിക്കേ, അതിന്റെ തിക്നെസ്സും അതിന്റെ ഗ്രീനിഷ് ആയിട്ടുള്ള കളറും ഒക്കെ ഒന്ന് നോക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എനിക്കൊരു കാന്താരത്തോട്ടം ഉള്ളതായിട്ട്. അപ്പൊ അവിടെ ഞങ്ങൾ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെടിയാണിത്. അപ്പൊ ഇതിന്റെ ഹാർഡനിങ് കഴിഞ്ഞതാണ്. അപ്പൊ ഇതാണ് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഈ പുറത്തെ നഴ്സറികളിലൊക്കെ ചെടികൾ വളർത്തിയെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവിടെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷ ഊഷ്മാവില് പോളി ഹൗസിനുള്ളിലോ മഴമറയ്ക്കുള്ളിലോ ഒക്കെ ആയിരിക്കും ഈ ചെടികൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നോർമലി ഒരു 20-25 ഡിഗ്രി സെൽഷ്യസിനുള്ളിലൊക്കെ ആയിരിക്കും അവിടെ ചൂടെന്ന് പറയുന്നത്. പിന്നെ ഈ വെള്ളവും വളങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഫോഗർ, മിസ്റ്റ് എന്നിവയൊക്കെ യൂസ് ചെയ്തായിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ വളങ്ങൾ വാരി എറിയുന്നത് പോലെയോ അല്ലെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കുന്നത് പോലെയോ ഒഴിച്ചു കൊടുക്കുന്നത് പോലെയോ ഒന്നും ആയിരിക്കുകയില്ല. അതായത് ഒരു ചെടിക്ക് വളരാൻ വേണ്ട അനുകൂല സാഹചര്യങ്ങളാണ് ഒരു നഴ്സറിയിൽ പൊതുവെ ഉണ്ടാകുക. അപ്പൊ ഇങ്ങനെ ഒരു നഴ്സറിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി വളർന്നു വരുന്ന ഒരു ചെടിയെയാണ് നമ്മൾ അവിടുന്ന് വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി പറമ്പിൽ നടാൻ പോകുന്നത്. ഇപ്പൊ കേരളത്തിലെ കാലാവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ചൂട് കൂടിയും കുറഞ്ഞും ഇരിക്കും. പിന്നെ മഴ ശക്തിയോടെയൊക്കെ പെയ്യും. പിന്നെ കാറ്റൊക്കെ നന്നായിട്ടുണ്ടാവും. ഇത് കൂടാതെ ഈ ചെടികളെയൊക്കെ ആക്രമിക്കുന്ന ധാരാളം കീടങ്ങളും പ്രാണികളും പക്ഷികളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ത്രെട്ടൻസുകളെല്ലാം ഏറ്റിട്ടാണ് ഇനി ഈ ചെടികൾ വളരേണ്ടത്. ഇങ്ങനെ വളർന്നു വരാനായിട്ട് നമ്മൾ ഈ ചെടികളെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ആ പ്രോസസ്സിനെയാണ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഈ ഹാർഡനിങ് എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ രസകരമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. നോർമലി ഒരു 5 to 10 ഡേയ്സ് നമുക്ക് മതിയാവും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിക്ക് വളരെ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്ത് അതിനെ വെയിലത്ത് നിർത്തുക. വെയിൽ കൊള്ളിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ചെടികളെ 10 ദിവസം കൊണ്ടുപോയി വെയിലത്ത് വെക്കുക എന്നുള്ളതല്ല. പല ദിവസങ്ങളിൽ പല ടൈം പീരീഡുകളിലായിട്ടായിരിക്കും നമ്മൾ ഈ ചെടികൾക്ക് വെയിൽ കൊടുക്കുന്നത്. ദിവസം ഒരു 2 മണിക്കൂറൊക്കെ വെയിൽ കൊടുത്താൽ മതിയാവും കേട്ടോ. ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ നമ്മൾ ഇളം വെയിൽ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഇപ്പം ആദ്യത്തെ ദിവസം 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 9 മണി വരെ വെക്കുക. എന്നിട്ട് നമ്മൾ ആ ചെടീനെ എടുത്ത് തണലത്തോട്ട് മാറ്റി വെച്ചിട്ട് വളരെ അത്യാവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്ത് നിർത്തുന്നു. വരും ദിവസങ്ങളിൽ ഈ ചെടികളെ വെയിൽ കൊള്ളിക്കുന്ന ടൈം പീരീഡ് നമ്മൾ മാറ്റി മാറ്റി കൊണ്ടുവരിക കേട്ടോ. അതായത് ഇന്നലെ വരെ നമ്മളൊരു 10 മണി വരെയാണ് വെച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണി തൊട്ട് 12 മണി വരെയുള്ള വെയില്. അങ്ങനെ 1-2 ദിവസം പോയിട്ട് പിന്നെ നമ്മളിപ്പോ ഒരു 12 മണിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മണി വരെയുള്ള വെയില്. അങ്ങനെ കൊണ്ടുപോകാം. അങ്ങനെ ഈ 10 ദിവസം കൊണ്ട് ഏകദേശം ഒരു രാവിലത്തെ ഒരു 7 മണി തൊട്ട് വൈകിട്ടത്തെ ഒരു 3 മണി വരെയുള്ള വെയില് നമ്മൾ ഈ ചെടികളെ കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രകടമായ രീതിയിൽ നല്ല മാറ്റം ഉണ്ടാകും. 2 മണിക്കൂർ വെയിൽ കൊള്ളിച്ചിട്ടുള്ള ചെടിയാണ് ഇത് നമ്മൾ തണലത്തോട്ട് എടുത്ത് മാറ്റി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ എണീറ്റ് പോന്നോളും. ഇതിപ്പം ഇളം വെയിൽ കൊണ്ടിട്ടുള്ള ചെടിയുടെ അവസ്ഥയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മുഴുവൻ നേരം ആ കടില വെയിലത്തൊക്കെ നിൽക്കുന്ന ചെടികളുടെ അവസ്ഥ എന്തായിരിക്കും? നശിച്ചു പോകുക തന്നെ ചെയ്യൂ അല്ലെ? അപ്പം പല ദിവസങ്ങളിലായി പല ടൈമുകളിൽ വേണം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് ഹാർഡനിങ് കഴിഞ്ഞിട്ടുള്ള ചെടികളാണ് കേട്ടോ. ഹാർഡനിങ് കഴിഞ്ഞെന്ന് മാത്രമല്ല, ഇത് ഈ ട്രെയിന് പറിച്ച് മാറ്റി വെക്കാനുള്ള സമയവും കഴിഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ചെടി കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതിപ്പം ഈ ചെടി കണ്ടാൽ തന്നെ അറിയാം, ഇതിന്റെ സ്റ്റെമ്മ് വളരെ തിക്കാണ്. ലീവ്സ് എല്ലാം വളരെ കട്ടിയായിട്ട് നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ ഇതിന്റെ റൂട്ട് കണ്ടോ? റൂട്ടുകളെല്ലാം ഇങ്ങനെ ചുറ്റി നല്ല തിക്കായിട്ട് നല്ല ഹാർഡായിട്ടുമായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ഹാർഡനിങ് കഴിഞ്ഞ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നഴ്സറിയിൽ നിന്ന് നേരിട്ട് മേടിക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇത്രയും കട്ടി ഉണ്ടാവത്തില്ല, ഇലകളൊക്കെ വെറുതെ ഒരു പേപ്പർ പോലെ. പിന്നെ ഞാനിപ്പോ ഇങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ ഡാമേജ് ആയെന്ന് വരാം.
റൂട്ട് ഇതുപോലെ മണ്ണ് വെച്ച് നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല. ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ തന്നെ അത് വിട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ രീതിയിൽ നമ്മുടെ ചെടികൾ ആക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ മണ്ണിലേക്ക് ചെടികൾ നടാനായിട്ട്. ഇങ്ങനെ ആക്കിയിട്ട് ചെടികൾ നടുവാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ വളർന്നു കിട്ടുകയും ഏത് കാലാവസ്ഥയിൽ അത് പിടിച്ചു നിൽക്കുകയും ചെയ്യും.